കൊണ്ട് പുഴുകി തിന്ന. ഞങ്ങൾക്ക് വേണ്ട റേഷൻ കാർഡ്. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട. എൻ്റെ വീട് നഷ്ടപ്പെട്ടുള്ള ഞാൻ ആ വീട്ടിൽ പോയി താമസിക്കാൻ തയ്യാറാണ്. ഈ പറയുന്ന 22 കുടുംബം അല്ലെങ്കിൽ 29 കുടുംബങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി തന്നെ ചെയ്യണം. അല്ലാതെ ഒരു കാരണവശാലും ഞങ്ങൾ മാറില്ല. എൻ്റെ അത്താടെ പേരിലൊരു വീടുണ്ട് അവിടെ, അതവിടെ ഇല്ല. നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾ ആരെ പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾ വീണ്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിഫൈ ചെയ്യാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ തട്ടിക്കൂട്ട് പരിപാടികൾ നടക്കില്ല. നിങ്ങൾ പഠിച്ച് ഇതിനെക്കുറിച്ച് ചോദിക്കുക. ഞങ്ങൾ ഈ ദുരന്തം നടന്ന സമയത്ത് ആ ദുരന്തം നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരെ തട്ടിമാറ്റുക ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന ഈ വീടുകാരുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ആരാ നിങ്ങൾ ചോദിക്കാത്ത? നിങ്ങളുടെ തോന്നിവാസത്തിന് നിങ്ങൾ എഴുതി വെച്ചിട്ട് ഞങ്ങളോട് അംഗീകരിക്കാനാ പറഞ്ഞത്. നിലവില് ഈ ഷാജിയുടെ വീട്ടില് അവന്റെ അമ്മായിയും ഭർത്തായും ഉണ്ട്. ആ ലിസ്റ്റിൽ ഇപ്പൊ രണ്ടുപേരുടെ, ഒരു വീട്ടിൽ രണ്ടുപേരുടെയും പേര് വായിച്ച ഒന്നാണ്. ഒരു കുടുംബമുള്ളൂ അത്. ഷാജിയുടെയും ഇവരുടെയും ഈ കുടുംബങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഉണ്ടോ? വ്യത്യാസമുള്ളത് നിങ്ങൾ വായിച്ചിട്ട് എത്ര ആളുകളാണ് താമസിച്ചിട്ട്, എത്ര കുടുംബമുണ്ട്, എത്ര വീട്ടിലാരൊക്കെ ഉള്ള കാര്യത്തിൽ ക്ലാരിഫൈ വീട്ടുകാർക്ക് എന്ത് സുരക്ഷയാണോ